ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കുക, അല്ല ഗീതു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ. അത് കേട്ടതും ഗീതു ചോദിക്കുക, എന്ത് അല്ല പ്രിയയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു ഷോക്ക് കൊടുക്കണമെന്ന് നീ പറഞ്ഞല്ലോ. രഞ്ജുവിനെ അവളുടെ മുറിയിലേക്ക് വിട്ടു, പക്ഷേ എന്നിട്ടും ഒരു കാര്യവും നടന്നില്ല. രഞ്ജുവിനോടാണെങ്കിൽ അവൾ ക്ഷമിക്കുകയും ചെയ്തു. ഇനി നീ പറ ഗീതു, എന്താ ഞാൻ ചെയ്യേണ്ടത്? നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പ്രിയയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നീ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ, അതിനൊക്കെ കൂട്ടുനിന്ന് അതനുസരിക്കാൻ ഞാൻ തയ്യാറാ. ഞാനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ കണ്ണേട്ടൻ സമ്മതിക്കുമെന്നാണ് സംശയം. പറഞ്ഞോ, നീ എന്താണെങ്കിലും പറഞ്ഞോ, എനിക്കത് സമ്മതമാണ്. നീ പറഞ്ഞോ ഗീതു. അത് കേട്ടതും നമ്മുടെ ഗീതു ഇങ്ങനെ പറയുക, അത് പ്രിയയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് വിനോദിനെ വരുത്തിയാലോ? വിനോദിനെയോ? ദേ, ഈ കാര്യം നീ ഇവിടെ മിണ്ടിപ്പോരുത്. എന്ത് വേണമെങ്കിലും സമ്മതിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ അവസരം മുതലെടുക്കുക ഇല്ലേ? ദേ കണ്ണേട്ടാ, എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ വിനോദിനോടൊരു ദേഷ്യമില്ലാന്ന് പ്രിയ പറഞ്ഞാണല്ലോ. പ്രിയയ്ക്ക് വിനോദെന്ന് വെച്ചാൽ ജീവനാ. വിനോദിന് അബദ്ധം പറ്റിയതാണെന്ന് അവൾ പറയുകയും ചെയ്തതല്ലേ. പിന്നെ എന്തിനാ കണ്ണേട്ടന് ഇങ്ങനെയൊക്കെ പറയുന്നത്? വിനോദിനോട് ദേഷ്യം കാണിക്കുന്നത്? എന്തൊക്കെയായാലും അവൻ ഈ വീട്ടിൽ വരുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ അവനിവിടെ വരണ്ട. അവളുടെ എല്ലാ ഇഷ്ടവും സാധിച്ചു കൊടുത്താ അവസാനം ഈ അവസ്ഥയിലെത്തിയത് എന്നും ഗോവിന്ദ് പറയുക. അത് കേട്ടതും കണ്ണേട്ടാ, എന്തൊക്കെയായാലും പ്രിയയുടെ ഭർത്താവല്ലേ വിനോദ്. അപ്പോൾ അവനോടുള്ള ദേഷ്യമൊക്കെ അവർ സൗന്ദര്യപ്പിണക്കത്തിലൂടെ മാറ്റിക്കോളും. കണ്ണേട്ടന് ഇങ്ങനെ ഇടയിൽ കയറുന്നത് ശരിയല്ല. ദേ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ തെറ്റാ എന്നൊക്കെ പറയണില്ല ഗീതു. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, വിനോദിനെ ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല. അവനിവിടെ വരാനും പാടില്ല എന്നും ഗോവിന്ദ് തറപ്പിച്ച് പറയാം. എന്നാ എനിക്കൊന്നേ പറയാനുള്ളൂ, വന്നാലും വന്നില്ലെങ്കിലും വിനോദിനെ ഇവിടെ വരുത്തുന്നത് കാര്യം ഞാൻ ഏറ്റു. എന്നാ നീ അത് കാണിക്ക്, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവുക. ഇതെല്ലാം രാധികാമ്മ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേഷ്യപ്പെട്ട് പോയത് കണ്ടതും നമ്മുടെ രാധിക സമാധാനമായി. എന്തായാലും ദേ ഗീതുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഇതൊക്കെ. അപ്പോൾ രാധിക അങ്ങോട്ട് വരിക. കണ്ണാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളെ വീട്ടിൽ കയറ്റരുതെന്ന്. ഇവളെ വീട്ടിൽ കയറ്റിയതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും ശരി, അവനെ ഇവിടെ കയറ്റാൻ ഞാൻ അനുവദിക്കില്ല. കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദു അങ്ങനെ നിൽക്കുക. ഈ സമയം അകത്ത് നിന്ന് കുഞ്ഞുവാവെ തൊട്ടിൽ കിടത്തിയിട്ട് നമ്മുടെ ഗീതു അവിടെ ചെന്നിരിക്കുക. അപ്പോൾ പ്രിയ ഗീതുവിനെ നോക്കുക. എന്താ പ്രിയ മോളെ എന്നെ നോക്കുന്നേ? ഏട്ടൻ്റെ മുറിയിലേക്ക് പോയില്ലേ എന്നാലോചിച്ച് നോക്കുകയാണോ? എന്നാലേ ഞാനിന്ന് നിൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. എനിക്ക് അങ്ങോട്ട് പോകാൻ സൗകര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ കിടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഗോവിന്ദ് പാത്തും പതുങ്ങിയും വരിക. എന്നിട്ട് കുഞ്ഞാവയോട്, വാവേ ഗുഡ് നൈറ്റ്, പ്രിയമോളെ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയണം. എന്നിട്ട് അവിടെ വന്നിട്ട് രാധികാമ്മയും വരുണും ഉറങ്ങി. അപ്പോൾ നമ്മുടെ ഗീതു, നിൻ്റെ ഏട്ടനെ രാധികാമ്മയും വരുണിനെയൊക്കെ പാട്ടുപാടി ഉറക്കുന്നതാണ് ശീലം. അവരെയൊക്കെ താരാട്ട് പാട്ടുപാടി ഉറക്കിയിട്ട് വരുക. അപ്പോൾ രാധികാമ്മ ആ മുറിയിൽ വന്നിരുന്ന് ഇങ്ങനെ നോക്കുക, ഒളിഞ്ഞു നോക്കുക. ഈ സമയം ഗോവിന്ദ് ഗീതുവിനോട്, അതെ, ഈ മുറിയിൽ നീ കിടക്കുന്നത് പ്രിയയ്ക്ക് ഇഷ്ടമല്ല. പ്രിയയുടെ ഇഷ്ടം നീ എൻ്റെ കൂടെ ആ മുറി കിടക്കുന്നതാ. അത് കേട്ടതും, പ്രിയയ്ക്ക് അങ്ങനെ പല ഇഷ്ടങ്ങളും ഉണ്ട്, അതെല്ലാം ആദ്യം സാധിച്ചു കൊടുക്ക്, എന്നിട്ട് ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാം എന്നും ഗീതു. അത് കേട്ടതും പ്രിയയ്ക്ക് ചിരി വരിക. അപ്പോൾ ഗോവിന്ദ്, അങ്ങനെ അവളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലേ പോയി ഒറ്റയ്ക്ക് കിടന്നുറങ്ങ് എന്നും ഗീതു. അത് കേട്ടതും ഗോവിന്ദ്, എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കിടക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുക. പുറത്തേക്ക് പോയതും രാധികാമ്മ നിൽക്കുന്നത് കണ്ട് ഗോവിന്ദ് ഞെട്ടിപ്പോയി. എന്താ ഇത്? ദേ, അമ്മുമ്മ കൊച്ചുമോനെ കാണാൻ വന്ന് നിൽക്കുന്നു, എടുത്തുകൊണ്ടൊന്ന് കൈ കൊടുക്ക്. അത് കേട്ടതും ഗീതു കുഞ്ഞ് കരയുന്നത് പോലെ അഭിനയിക്കുക. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഒന്ന് നോക്കിയതാ കണ്ണ എന്നും പറഞ്ഞ് രാധികാമ്മ ജീവനും കൊണ്ടോടി. അയ്യേ, ഇവരിതെന്തൊരു സ്ത്രീയാ! ഭാര്യയും ഭർത്താവ് സംസാരിക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കാൻ വന്നിരിക്കുന്നു. നാണക്കേട് എന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് അങ്ങ് പോവുക. ഈ സമയം ഗീതു, മോളെ പ്രിയേ, ഇതൊന്നും കണ്ട് നീ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ തമ്മിലുള്ള ചെറിയൊരു സൗന്ദര്യപ്പിണക്ക, അതൊക്കെ പെട്ടെന്ന് മാറും എന്നും പറഞ്ഞ് പ്രിയയുടെ നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഗീതു ഇങ്ങനെ കിടക്കുവാണ്. ഈ സമയം നേരം വെളുത്തതും നമ്മുടെ ഗോവിന്ദു യോഗയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരിക. ഇത്ര നേരമായിട്ടും തനിക്ക് കിട്ടേണ്ട കോഫി കിട്ടിയില്ല എന്നാലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും രേഖ കോഫിയും കൊണ്ട് വന്നു. രേഖ വന്നപ്പോൾ, ഇതെന്താ ഇത്രയും വൈകിയത്? ഗീതു എവിടെ? ഗീതു അവിടെ ഉണ്ട് ഗോവിന്ദേട്ടാ. എന്തു പറ്റി? എനിക്കിന്ന് കോഫിയെ കിട്ടിയില്ല, സോറി ഗോവിന്ദേട്ടാ.
ഞാൻ അറിഞ്ഞില്ല. ഗോവിന്ദേട്ടൻ ആരെങ്കിലും കോഫി തന്നിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് നോക്കേണ്ടവരൊന്നും എൻ്റെ കാര്യം നോക്കുന്നില്ല. പിന്നെ എന്തിനാ രേഖ സോറി പറയുന്നേ? രേഖയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. രേഖ എന്ത് ചെയ്തു? ആ, എന്ത് ചെയ്യാനാ? എന്നോടായിരിക്കും സ്നേഹമൊന്നുമില്ലല്ലോ. അതെന്താ ഗോവിന്ദേട്ട അങ്ങനെ പറഞ്ഞത്? ഗോവിന്ദേട്ടനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? ഗീതു മറന്നു പോയതുകൊണ്ടായിരിക്കും. കുഞ്ഞിൻ്റെയും പ്രിയയുടെയും കാര്യം നോക്കി അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഗോവിന്ദേട്ടന് കാപ്പി തരാൻ മറന്നുപോയിട്ടുണ്ടാവും. അല്ലാതെ ഗോവിന്ദേട്ടനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല. എന്തായാലും അവൾ ഇത്ര നേരമായിട്ടും ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്കോ മറ്റോ എന്തോ കഴിച്ചതാ ഇന്നലെ. ഇതുവരെ അവളൊരു സാധനം പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അതെന്താ ഗീത ഒന്നും കഴിക്കാത്തത്? അറിയില്ല ഗോവിന്ദേട്ടാ, എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗോവിന്ദനാകെ സങ്കടമായി. ഈശ്വര, അവളെന്തോ ഒന്നും കഴിക്കാത്തെ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ നേരെ കപ്പ് കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ ഗീത അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗീത അവിടെ ഇരുന്നതും ഗോവിന്ദൻ ചെന്ന് ചോദിക്കുക, നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കാത്തത്? ഓ, എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇപ്പോൾ ഒന്ന് മിണ്ടുന്നേ എന്നും ഗീതു ചോദിക്കുക. ഓ, ഞാൻ മിണ്ടാത്തോണ്ടാണോ നീ ഭക്ഷണം കഴിക്കാത്തേ? വാ മോളെ, എഴുന്നേറ്റ് വാ, ഒന്നുമെല്ലാം കഴിക്കേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഭക്ഷണം കഴിക്കാൻ മനസ്സില്ല. ഞാൻ പറഞ്ഞ കാര്യം അംഗീകരിച്ച് തരാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. പച്ചവെള്ളം പോലും കുടിക്കില്ല. ഓ, അങ്ങനെയാണോ? എന്നാൽ പിന്നെ നീ ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്ന് മേലിഞ്ഞുണങ്ങിയാലും എനിക്കൊരു പ്രശ്നവും. നീ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതെ, എൻ്റെ ഭാഷ ജയിക്കാൻ എനിക്കറിയാം. ഞാൻ പെണ്ണാണെങ്കിൽ ജയിച്ചിരിക്കും. ആണോ? അങ്ങനെയാണോ? ആ, അങ്ങനെ തന്നെയാ. അപ്പോൾ ഒന്നും കഴിക്കില്ലെന്ന് ഉറപ്പാണോ? ആ, ഉറപ്പ് തന്നെയാ. വെള്ളം പോലും കുടിക്കില്ല? ഇല്ല. എന്നാൽ പിന്നെ ശരി, നിൻ്റെ വാശ തന്നെ നടക്കട്ടെ എന്നും ഗോവിന്ദ്. അത് കേട്ടതും ഗീതു സന്തോഷത്തോടെ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കുക. സത്യമായിട്ടും എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ പ്രിയയ്ക്ക് ദേഷ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ ദേഷ്യം കാണിക്കുന്നത് എന്തിനാ? എന്നാണെങ്കിലും അവൾ എഴുന്നേറ്റ് വരുമ്പോൾ അവനോടൊപ്പം തന്നെയല്ലേ പോയി ജീവിക്കാനുള്ളത്. ഹോ, സമാധാനമായി കണ്ണേട്ടാ. ഇത്രയും നേരം ഞാൻ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. കണ്ണേട്ടൻ എന്നെ സങ്കടപ്പെടുത്തുമായിരുന്നു. ഇപ്പം സന്തോഷമായി. എന്തായാലും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും രാധികയും വരുണും അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുക. അത് കണ്ടതും ഗീതു, കണ്ണേട്ടാ, ഇപ്പം തന്നെ എനിക്ക് കണ്ണേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരുന്നുണ്ട്. പക്ഷേ ഇതേ നോക്കിയേ, ഒളിഞ്ഞു നോട്ടക്കാരുടെ ഇതല്ലേ അവിടെ നിൽക്കുന്നേ? ഒളിഞ്ഞു നോട്ടക്കാർ നിൽക്കുന്നത് കണ്ടോ? അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗോവിന്ദ് തിരിഞ്ഞു നോക്കി. രാധിക അമ്മയും വരണം. ഇവരെന്താ ഇങ്ങനെ? നമ്മളൊന്ന് സംസാരിക്കുന്നത് കണ്ട അവിടെ വന്ന് നിന്ന് ഒളിഞ്ഞു നോക്കുവാണല്ലോ ഗീതു. അതാ നിങ്ങളുടെ രണ്ടാനമ്മയുടെ സ്വഭാവം. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഒളിഞ്ഞു നോക്കും. എന്നാലേ നീ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരമെങ്കിലും കഴിക്കാം. അതിന് ആരും ഒളിഞ്ഞു നോക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ കയ്യും പിടിക്കുക. അപ്പോഴേക്കും ഗീതു, അതെ കണ്ണേട്ടാ, ഞാനേ ഒന്ന് വിനോദിനെ വിളിച്ച് പറയട്ടെ, അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാം. ശരി, പിന്നെ ഞാനിവിടെ ഉള്ളപ്പോൾ അവനോട് വരണ്ടെന്ന് പറ. ഞാൻ ഉച്ചയ്ക്കൊരു 12 മണിയാകുമ്പോൾ പുറത്തു പോകും. അന്നേരം അവനെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ചിലപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സമനില തെറ്റും. ശരി കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവുക. ഈ സമയം വിനോദ് ഫോൺ എടുക്കുകയാണ്. ഹലോ ചേച്ചി. എടാ മോനെ, ആ ഫോണൊന്ന് സ്പീക്കറിലിടടാ. അമ്മ കൂടെ കുഞ്ഞു അവയുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ വിനോദ് സ്പീക്കറിലിടുക. എന്താ ചേച്ചി? വിനോദേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? മോൻ എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് ഇങ്ങോട്ട് വാ. നിനക്ക് പ്രിയയും കുഞ്ഞിനെയും കാണാനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. അത് കേട്ടതും, സത്യമാണോ ചേച്ചി? സത്യമായിട്ടും. മോളെ, അവിടെ വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം അമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. അവനും ഒരാപത്ത് സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നേ. അപ്പം ഭദ്രൻ, എന്നാൽ ഞാനും കൂടെ വരും. എൻ്റെ കൊച്ചുമോനെ കാണാൻ എനിക്ക് കൊതിയായി. വേണ്ട, അത് ശരിയാവില്ല. വിനോദ് മാത്രം വന്നാൽ മതി. അതൊന്നും എന്നോട് ആരും പറയണ്ട. ഞാൻ വരും. എൻ്റെ കൊച്ചുമോനെ കാണാൻ എനിക്ക് കൊതിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രൻ ഇങ്ങനെ വാശി പിടിക്കുക. അപ്പോൾ വിനോദേ, നീ മാത്രം വന്നാൽ മതി. വെറുതെ അച്ഛനും കൂടെ വന്ന് പ്രശ്നം ഉണ്ടാവണ്ട. ശരി ചേച്ചി, ഞാൻ മാത്രമേ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനോദ് ഇങ്ങനെ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നിട്ട്, അമ്മേ ഞാൻ പോയി റെഡിയായിട്ട് വരാം. ശരി മോനെ. അപ്പോൾ ഭദ്രൻ, എനിക്ക് എൻ്റെ വീരഭദ്രനെ ഒന്ന് കാണണം. ഓ, നിങ്ങളൊരു വീരഭദ്രൻ. മര്യാദയ്ക്കുള്ള പേര് ആ കൊച്ചിനുണ്ട്. വീരഭദ്രൻ എന്ന് നിങ്ങളുടെ പേരിട്ടിട്ട് അതിനെ വീരഭദ്രനെ പോലെ ആക്കരുത്. മര്യാദയ്ക്ക് പോയി വല്ല പണിയുണ്ടോ നോക്ക് മനുഷ്യ. എനിക്ക് പണിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഞാനും കുഞ്ഞുമാവെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്. അതെ, അവിടെ സ്കോച്ച് ഇരിപ്പുണ്ട്, എടുത്തടുക്കി. ഓ, അത് ശരിയാണല്ലോ. എന്നാൽ ഫ്രിഡ്ജിൽ പോയി നോക്കട്ടെ ഐസ് വെള്ളം വല്ലതും ഇരിപ്പുണ്ടോയെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രൻ അങ്ങ് ഓടിപ്പോവുക. ഈ സമയം വിലാസിന്, എന്നാലും എൻ്റെ മോന് കുഞ്ഞിനെയും അവൻ്റെ ഭാര്യയും ഒന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഭദ്രനെയാണ്. ഭദ്രൻ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുക്കുക. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ.
എൻ്റെ കൊച്ചുമോനെ എനിക്കും കാണണം. രാധികാമ്മയും വരുണും എന്നെ കാണാൻ സമ്മതിക്കും. അതിലെനിക്ക് 100% എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭദ്രൻ നേരെ റെഡി ആവാനായിട്ട് പോവുക. ഈ സമയം അറയ്ക്കലിലാണ് കാണിക്കുന്നത്. വിനോദ് ഓട്ടോറിക്ഷയിലെത്തി. വിനോദ് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും ഗോവിന്ദന് ദേഷ്യം വരിക. ഗോവിന്ദ് ഓടി താഴേക്ക് വന്നു. എന്നിട്ട് ഗീതു എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. എന്താ എന്താ ഗോവിന്ദേട്ടാ, എന്താ കണ്ണേട്ടാ, നിന്നോട് ആര് പറഞ്ഞു വിനോദിനെ ഇപ്പം ഇങ്ങോട്ട് വിളിക്കാൻ? അതിനെന്താ, ഞാനിവിടെ ഒന്ന് പുറത്തു പോകുമ്പോൾ വിളിക്കാനല്ലേ നിന്നോട് പറഞ്ഞേ? അവനോട് പറഞ്ഞപ്പോൾ അവൻ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് റെഡിയായി വന്നതാ കണ്ണേട്ടാ. കണ്ണേട്ട മുറിയിലിരുന്നോ, പുറത്ത് വരണ്ട, ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി. അവൻ പോയി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. അത് കേട്ടതും എന്നാലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇനി ഇരിക്കുക. ഈ സമയം സന്തോഷത്തോടെ വിനോദ് അകത്തേക്ക് വരിക. അപ്പോൾ അയ്യപ്പൻ നായർ, വിനോദേ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? ഗോവിന്ദ് അകത്തുണ്ട്. ദേ നിന്നെ എങ്ങാനും അവൻ കണ്ടു കഴിഞ്ഞാൽ പണിയാവട്ടോ, അതുകൊണ്ട് നീ വരണ്ടായിരുന്നു, അങ്ങോട്ട് പൊയ്ക്കും മോനെ. അത് കേട്ടതും ഇല്ല, എനിക്ക് വന്നേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് വിനോദ്, എന്താടാ ഇത് വെറുതെ? ദേ ഗോവിന്ദ് കണ്ടാൽ മോനെ തല്ലിക്കഴിഞ്ഞാൽ പിന്നെ അതാകെ പ്രശ്നമാവും. അതുകൊണ്ട് നീ ഇപ്പോൾ പോകാൻ നോക്ക്. പോകാനാ പറഞ്ഞത്. അയ്യപ്പേട്ട ഇല്ല, എനിക്കെൻ്റെ പ്രിയയും കുഞ്ഞിനെയും കാണണം. അവർ രണ്ടുപേരും കണ്ടാൽ എനിക്ക് സന്തോഷമാവും. അത് കേട്ടതും ഈശ്വര, എന്താ ഇപ്പം ഞാൻ ചെയ്യുക? എൻ്റെ ഗണപതി ഭഗവാനെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് ദൈവമേ. എത്രയും പെട്ടെന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ ഇവൻ ഇവിടുന്ന് പോയാൽ മതി. എടാ വിനോദ, നീ ചെന്നാലേ കാര്യങ്ങൾ നടക്കൂ, ഇല്ലെങ്കിൽ പ്രശ്നമാവും. ദേ ഗോവിന്ദ് അറിഞ്ഞ നിന്നെ തല്ലും. ഒരിക്കലുമില്ല. എന്നോട് വരാൻ പറഞ്ഞത് ഗീതു വെച്ചിയാ. ഗീതു മോളോ? നീ തമാശ പറയല്ലേ? ഗീതു അങ്ങനെയൊന്നും പറയില്ല, നീ പോകാൻ നോക്ക്. അത് കേട്ടതും അയ്യോ അയ്യപ്പെട്ട, ഞാൻ പറഞ്ഞ സത്യ. എന്നോട് വരാൻ പറഞ്ഞത് ഗീതു വെച്ചിയാണ്. ഗീതു മോൾ അങ്ങനെ പറയില്ലല്ലോ. ഗോവിന്ദ് കുഞ്ഞിന് ഇഷ്ടമല്ലാത്ത ഒന്നും ഗീതു ചെയ്യത്തുമില്ല. അതൊന്നും എനിക്കറിയില്ല. എന്നോട് റെഡിയായി വന്ന പ്രിയയും കുഞ്ഞിനെയും കാണാനുള്ള അവസരം ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അത് കേട്ടതും രാധികാമ്മയും വരുൺ അവിടെ നിൽക്കുക. അതേ അമ്മേ, വരണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ വന്നിരിക്കുന്നു, അവനെ ശരിയാക്കാം എടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുണും അങ്ങോട്ട് ഓടി വരിക. ഈശ്വര, വരുണും വരുന്നു. എൻ്റെ കുഞ്ഞെ ഒന്ന് പെട്ടെന്ന് പോവും, ഇവിടെ നിന്നാൽ ശരിയാവില്ല. നിന്നെ അവരൊക്കെ എടുത്തിട്ട് തല്ലിക്കോട്ടെ അയ്യപ്പേട്ട, എന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ പ്രിയയെ കാണണം. അത് കേട്ടതും നമ്മുടെ വരുൺ, കാണിച്ചു തരാടാ, എൻ്റെ പെങ്ങളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് നീ ഒറ്റൊരുത്തനാ. അങ്ങനെയുള്ളപ്പോൾ നിന്നെ വെറുതെ വിടാൻ പറ്റില്ല. അമ്മേ നോക്ക്, വരരുതെന്ന് പറഞ്ഞിട്ടും ഇവൻ വന്നിരിക്കുന്നു. അതെ, അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ വീട്ടിൽ ഭദ്രൻ്റെ മകൻ എന്താ കാര്യം? ഇവിടെ ഇവൻ ഒരു അവകാശമില്ല. എന്നോട് വരാൻ പറഞ്ഞത് ഗീതു വെച്ചാന്ന് പറഞ്ഞില്ലേ? നിന്നോട് വരാൻ പറയാൻ ഗീതു ആരാ? അവൾക്കിവിടെ ഒരവകാശവും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ അവൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നീ വരുമോ എന്നും ചോദിക്കുകയാണ്. അതെ, ഞാൻ വരും. എൻ്റെ ചേച്ചി വരാൻ പറഞ്ഞാൽ ഞാൻ വരും. ആഹാ, നീ വരും അല്ലേടാ? ഞാൻ വരും എന്നും വരുൺ. അത് കേട്ടതും എന്നാൽ ഇന്ന് നിന്നെ ഞാൻ കൊല്ലുവടാ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ വിനോദിൻ്റെ കഴുത്തിന് ഞെക്കാൻ പോകുമ്പോഴേക്കും തൊട്ടു പോവരുതവനെ എന്നും ഗീതു. അപ്പോൾ രാധിക, അത് പറയാൻ നീ ആരാ? ഇവനിവിടെ വരാൻ പാടില്ല. എൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയവൻ ഇവിടെ കാലുകൂത്താൻ പാടില്ല. അത് കേട്ടതും അവൻ അബദ്ധം പറ്റിയതാണെന്ന് പ്രിയ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവളുടെ ഭർത്താവിനെ കാണാൻ അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വിനോദ് ഇവിടെ വന്നിരിക്കും. അവൻ്റെ കുഞ്ഞിനെയും അവൻ്റെ ഭാര്യയെയും അവൻ കണ്ടിരിക്കും. അതിനാരും എതിർക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കത്തുമില്ല. അത് കേട്ടതും ഞങ്ങൾ എതിർക്കും. നീ എന്തു ചെയ്യും? എന്നാ അന്ന് ആ സംഭവം നടന്ന ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടായത് ഏത് സ്ത്രീയാണെന്ന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അതും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ആരാണെന്ന് നിങ്ങളിവിടെ എല്ലാവരോടും പറയേണ്ടി വരും. നിങ്ങളുടെ കൂട്ടുകാരിയാണെന്നല്ല, അത് ആരാണെന്ന് ശരിക്കും പറയേണ്ടി വരും. അത് കേട്ടതും രാധികാമ്മ ഞെട്ടലോടുകൂടെ രാധിക ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയം വരുൺ, ഇവളെന്തെങ്കിലും പറഞ്ഞ അമ്മയെ ഭീഷണിപ്പെടുത്തുക. അമ്മേ, എടി നീ എന്താ വിചാരിച്ചേ? എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്താമെന്നോ? എന്നൊരു കാര്യം ചെയ്, നീ ഭീഷണിപ്പെടുത്തിക്കോ, എനിക്കതിലൊരു കുഴപ്പമില്ല. ഇവിടെ ആരാ വന്നതെന്ന് എൻ്റെ അമ്മ പറഞ്ഞോളും. എന്നാലും ഇവൻ ഈ വീട്ടിൽ കയറാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. എൻ്റെ പെങ്ങളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയവൻ ഒരിക്കലും ഈ വീട്ടിൽ കാല് കുത്തരുത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് വിനോദിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ പോയപ്പോഴേക്കും വിനോദ്, തൊട്ടു പോകരുത് എൻ്റെ അനിയനെ എന്നും ഗീതു. അത് കേട്ടതും വരുൺ, ഞാൻ തല്ലുപടി, ഇവനെ ചവിട്ടി ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും. നീ മിണ്ടണ്ട, നിനക്കിവിടെ ഒരധികാരവും ഇല്ല തീരുമാനങ്ങൾ എടുക്കാൻ. ദേ അതുകൊണ്ട് നീ മിണ്ടാതെ മാറി നിന്നോളാം എന്നും ഗീതുവിനോട് പറയാ. അത് കേട്ടതും നീയും മിണ്ടരുത്, നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. നിനക്കിവിടെ എന്ത് അധികാരമാണോ ഉള്ളത് എന്നും ഗീതുവിൻ്റെ ചോദ്യം. ഗീതു വരുണിനെ നീ വാ പോന്ന് വിളിച്ചത് കേട്ടതും വരുൺ ഞെട്ടിപ്പോയി. എന്താടി, നീ എന്താ വിളിച്ചേ? നീന്നോ? നീ എന്നെ നീന്ന് വിളിച്ചു അല്ലേ? അതേടാ, ഇനി ഞാൻ നിന്നെ അങ്ങനെ തന്നെ വിളിക്കൂ.
ഇനി നിന്നെ ഏട്ടാന്ന് വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടാ. അങ്ങനെ ഒരു വിളി നിനക്ക് ഒരിക്കലും അർഹതയുള്ളതല്ല. അതുകൊണ്ട് നീ ബഹ പോ എന്ന് തന്നെ ഇനി ഞാൻ നിന്നെ വിളിക്കും. ആരാ എതിർക്കുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വരുണിനെ ഭീഷണിപ്പെടുത്തുക. അത് കേട്ടതും വരുൺ ഞെട്ടലോട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.